ഹായ്, വെൽക്കം ടു ട്യൂഷൻ അക്കാദമി സ്റ്റൈൽ PSC. ഓക്കെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ്, PSC വിജയത്തിലേക്ക് വീട്ടമ്മമാർക്ക് ഒരു വഴികാട്ടി ഓക്കെ എന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒരു വീട്ടമ്മയാണ്, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്തായാലും ഒരു വീട്ടമ്മയുടെ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, കുടുംബവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ 5 സുവർണ നിയമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ നിയമങ്ങളൊന്ന് നോക്കിയാലോ. ഓക്കെ, സ്വപ്നങ്ങൾ കാണാൻ പ്രായമോ സാഹചര്യമോ തടസ്സമല്ല, നിങ്ങളുടെ കഠിനാധ്വാനം നാളത്തെ മാറ്റമാണ്. ഓക്കെ, സ്വപ്നങ്ങൾ കാണാൻ പ്രായമോ സാഹചര്യമോ തടസ്സമാണോ? അല്ല, നിങ്ങളുടെ കഠിനാധ്വാനം നാളത്തെ മാറ്റമാണ്. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ടല്ലേ, അന്ന് കുട്ടിക്കാലത്ത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിച്ച് കല്യാണത്തിന് മുന്നേ തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമ്മളൊരു നിലക്കെത്തിയേനെ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും ടൈം വൈകിയിട്ടുണ്ടോ? ഇല്ല. സ്വപ്നങ്ങൾ കാണാൻ അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രായമൊന്നുമില്ല. പക്ഷേ അന്നത്തേനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടിയല്ലേ, കുറച്ചല്ല നല്ലോണം കൂടി. അപ്പോൾ നമുക്ക് എന്താ, പഠിക്കാനുള്ള ടൈം കുറവായിരിക്കും. പക്ഷേ ഉള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റി ടൈം ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു ദിവസം 1-2 മണിക്കൂറെങ്കിലും പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, ഒരു ആത്മവിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ട് പോവാം. ഇനി ചില ദിവസങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് അന്നത്തെ ദിവസം എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഭയങ്കര ഹക്റ്റിക്കായി പോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മനസ്സും ശരീരത്തിനും ഒക്കെ അതിൻ്റെ ആരോഗ്യം കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും നമുക്ക് എന്താ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തത് വിജയത്തിനായുള്ള 5 സുവർണ നിയമങ്ങൾ നമുക്ക് നോക്കാം. സമയക്രമീകരണം. ചെറിയ ഇടവേളകൾ പോലും പഠനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ എനിക്ക് 3 കുട്ടികളാണുള്ളത്. അപ്പം എനിക്ക് ഇപ്പം വെക്കേഷനും കൂടെ ആയതുകൊണ്ട് തീരെ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല. അപ്പം നമുക്ക് 3 കുട്ടികൾ എന്നുള്ളതിൽ ഒരാൾ ചെറുതാണ്. അപ്പം എനിക്ക് ഇടവേളകൾ കിട്ടൽ സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ ഇടവേളകൾ കിട്ടുന്ന വീട്ടമ്മമാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ചെറിയ ഇടവേളകൾ പോലും എന്ത് ചെയ്യാൻ പറ്റും, പഠനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കൃത്യനിഷ്ഠം നമുക്കുണ്ടായിരിക്കണം, ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കണം. ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പഠിക്കുക എന്നുള്ള ഒരു കൃത്യനിഷ്ഠ നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. ഓക്കെ, 1-2 മണിക്കൂർ ദിവസവും പഠിച്ചു പോവുക. ഇനി ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമ്മൾ വല്ലാതെ എക്സോസ്റ്റഡ് ആണ്, ഇനി വേറെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അന്നത്തെ ഒരു ദിവസം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ എങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് പോവുക. ഓക്കെ, എന്തെങ്കിലും ഫോണിലുള്ളത് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ നോട്ടൊന്ന് മറിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് വെറുതെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, അതിനോടുള്ള ടച്ച് നിലനിർത്തി പോവുക. കൺസിസ്റ്റൻസി എന്ത് ചെയ്യുക, കീപ്പ് ഇറ്റ് ചെയ്യുക. ഇനി സ്മാർട്ട് വർക്ക്. ഏറ്റവും കൂടുതൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണല്ലേ മുൻകാല ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. മുൻകാല ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. സ്മാർട്ട് വർക്ക് എന്താണ്, മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം PSCയിൽ വരുന്ന ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് 4-മത്തത് മനസ്സാന്നിധ്യമാണ് കേട്ടോ. മനസ്സാന്നിധ്യം എന്താണ്, സമ്മർദ്ദമില്ലാത്ത പഠനം എന്ത് ചെയ്യുക, ആസ്വദിക്കുക. സമ്മർദ്ദമില്ലാതെ എന്ത് ചെയ്യുക, പഠനം ആസ്വദിക്കുക. പഠനം കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണല്ലേ. കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഭയങ്കര വിരക്തി തോന്നും. അപ്പം എന്ത് ചെയ്യുക, അത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നമുക്കിപ്പോൾ ഒന്ന് ടീച്ച് ചെയ്ത് പഠിക്കുന്നത് പോലെ നോക്കുക. അതേപോലെ തന്നെ പഠനത്തിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പഠിക്കാതെ നമുക്ക് ഏരിയ മാറ്റിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഒരു റൂമിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സ്പേസിലോട്ട് മാറി ഇരുന്നിട്ട് പഠിക്കാം, പുറത്തിരുന്നിട്ട് പഠിക്കാം, അതുപോലെ സിറ്റ് ഔട്ട് ഇരുന്നിട്ട് പഠിക്കാം. ഇങ്ങനെയുള്ള ഒരു സ്പേസൊക്കെ ഒന്ന് മാറി അങ്ങനെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പഠിക്കുന്ന സ്റ്റൈൽ നടന്നിട്ട് പഠിക്കാം, കിടന്ന് പഠിക്കാതിരിക്കുക കേട്ടോ, നടന്നിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസൊക്കെ പോൾ രൂപത്തിൽ ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വേ ഓഫ് മെത്തേഡിലൂടെ പഠിക്കാൻ വേണ്ടി ടീച്ച് ചെയ്തിട്ട് പഠിക്കാം, ഒരാൾ പഠിക്കുന്ന രീതിയിൽ പഠിക്കാം, നോട്ട് എഴുതി പഠിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, കുറച്ച് ഡിഫറെൻറ്റ് വേ ഓഫ് മെത്തേഡിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെന്താ വേണ്ടത്, ലക്ഷ്യബോധം. ജോലി നേടുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് PSC പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഏണിങ്സൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേറെ മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഇതായിരിക്കണം നിങ്ങളുടെ ലോങ് ടേം ഗോൾ, അല്ലെങ്കിൽ ഏറ്റവും ലോങ് ടേം ഗോൾ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പം പെട്ടെന്ന് PSC കിട്ടുക എന്നത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ പോലെ അത്ര എളുപ്പമല്ല. അത്രയും നമ്മൾ ടൈം ചെലവഴിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് കുറച്ച് ടൈമാണെങ്കിൽ അത് ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എക്സാം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അത് 6 മാസത്തിനുള്ളിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലർ അങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറയും. പക്ഷേ എനിക്കതിൽ സത്യം പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല. അപ്പോൾ ഇത് കുറച്ച് ലോങ് ടേം പ്രോസസ്സാണെന്നുള്ള ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
ജോലി നേടുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇനി നമുക്ക് അത്രയും ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് നമുക്ക് ആർക്കാണെങ്കിലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഭർത്താവാണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഏണിങ്സ് നമ്മുടെ മറ്റ് സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ്സിലായിട്ടുള്ള വഴികൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും തോന്നും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ 5 സുവർണ്ണ നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ സമയക്രമീകരണം എന്ന് പറഞ്ഞാൽ വീട്ടു ജോലികൾക്കിടയിൽ ലഭിക്കുന്ന 15-20 മിനിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ജോലി ഭാരം, അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബ്രെയിന് വല്ലാതെ യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അടിക്കുക, തുടയ്ക്കുക, പിന്നെ അതുപോലെ മടക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അന്നത്തെ ഭാഗങ്ങളൊക്കെ ചുരുക്കത്തിലൊന്ന് ഓർത്തെടുക്കുക കേട്ടോ. അത് നല്ലൊരു ഇതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് പഠനത്തിലെ കൃത്യനിഷ്ഠയാണ്. പഠനം ഒരു ശീലമാക്കുക. ഒരു ദിവസം പോലും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്തിട്ടെങ്കിലും പോവാം. 2 hour മിനിമം പഠിക്കുക. ഡെയിലി റിവിഷൻ ചെയ്യുക. നോട്ട്സ് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെറിയ നോട്ട്സ് ഇട്ടും, അതായത് ഇപ്പം പഠിക്കുന്നതൊക്കെ നോട്ടാക്കി എഴുതുക എന്നല്ല, ചെറിയ ചെറിയ നോട്ട്സ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് പോകുമ്പോൾ ഒന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റുകൾ പരമാവധി ചെയ്യട്ടെ. മോക്ക് ടെസ്റ്റുകൾ ടൈം കിട്ടുമ്പോഴൊക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അത് നമുക്ക് ഒരുപാട് നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റ് വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് അത് തിരുത്തി പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. മൂന്നാമത്തേതാണ് സ്മാർട്ട് പഠനം. എല്ലാം പഠിക്കുന്നതിനേക്കാൾ പ്രധാനം പരീക്ഷയ്ക്ക് വരുന്നത് പഠിക്കുക എന്നതാണ്. ഓക്കെ, നമ്മൾ വാരി വലിച്ച് പഠിക്കുന്ന ആ പ്രവണത ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ഒരുപാട് സോഴ്സുകൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു നമ്മുടെ വട്ടായി എന്ന് പറയുന്നത് പോലത്തെ ആ ഒരു ഫീൽ ആവട്ടോ. അപ്പം അത്രക്കും അങ്ങോട്ട് പോകണ്ട, ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്ഥിരമായിട്ട് ചെയ്യുക. ഷോർട്ട് കട്ടുകളും കോഡുകളും ഉപയോഗിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെയാണ് സ്മാർട്ട് പഠനം. സ്മാർട്ട് പഠനം എങ്ങനെയാണ്, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ സ്ഥിരമായിട്ട് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക, ഷോർട്ട് കട്ടുകളും കോഡുകളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി 4 എന്താണ്, ലക്ഷ്യബോധമാണ്. 100% സമർപ്പണം. നമ്മളെന്ത് ചെയ്യുക, ആ പഠിക്കുന്ന ടൈം അല്ലേ 2 മണിക്കൂർ കിട്ടുന്നെങ്കിൽ ആ ടൈം നമ്മുടെ 100% കൊടുക്കാൻ ശ്രമിക്കുക. 100% നമ്മളെന്ത് ചെയ്യുക, പഠനം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്കുണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യലല്ലേ. എനിക്ക് എന്താ അറിയില്ല, ഇതൊന്നും പഠിച്ചിട്ട് എനിക്ക് ഓർമ്മശക്തിയിൽ എനിക്ക് പഠിച്ചതൊന്നും കിട്ടുന്നില്ല, എനിക്കെന്തോ ഇതൊന്നും കിട്ടാനുള്ളൊരു ഭാഗ്യമില്ല, മറ്റുള്ളവർക്കൊക്കെ അത് എളുപ്പമാണ്, ഞാനെന്തോ അതിനൊന്നും ഒരു ഭാഗ്യമില്ലാത്ത ആളാണ്, എനിക്കതൊന്നും കിട്ടാനുള്ളൊരു ഭാഗ്യമില്ല. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ എനിക്ക് കണക്കറിയില്ല, അവന് കണക്കറിയാം, എനിക്ക് സയൻസ് അറിയില്ല, അവർക്ക് സയൻസ് അറിയാം, ഇങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മളോടാണ് എന്ത് ചെയ്യേണ്ടത്, മത്സരിക്കേണ്ടത് അല്ലേ. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം ഒരു സർക്കാർ ജോലി മാത്രമാണെന്ന് എന്നും ഓർക്കുക. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. തളരാതെ മുന്നോട്ട് പോകല്ലേ. അപ്പോൾ പരാജയങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് എക്സാംസ് എഴുതി പക്ഷെ അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ് അല്ലേ. ഇനി പരാജയപ്പെടാതിരിക്കാനുള്ള ഒരു ഓരോ സ്റ്റെപ്പ് കയറി പോകുന്ന ചവിട്ടുപടികളാണ് നമ്മുടെ പരാജയങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരാജയങ്ങളെ ചവിട്ടുപടികളാക്കിയിട്ട് വിജയത്തിലേക്കുള്ള മുകളിലെ സ്റ്റെപ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, ഈ നിയമം 5 ആരോഗ്യവും മാനസിക നിലയും. ഓക്കെ, അപ്പം ഒരു PSC പഠിക്കാൻ പോവുകയാണല്ലേ, ഇതൊരു ലോങ് ടേം ഒരു പ്രോസസ്സാണെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഒന്നായിട്ട് എടുത്തിട്ട് നോക്കുകയാണ്, ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് മൊത്തം മറിച്ച് നോക്കുകയാണല്ലേ. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡായി ആകെ നമ്മളെന്താവും ആകെ എക്സോസ്റ്റഡ് ആയിട്ട് മാറും. അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യുക, വിശ്രമവും അത്യാവശ്യമാണല്ലേ. നമുക്ക് ആരോഗ്യവും മാനസിക നിലയും. അപ്പോൾ ശരീരത്തിനുള്ള ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യവും എല്ലാ കാര്യത്തിനും അത് പ്രധാനമാണ്. വീട്ടുജോലികളും കൂടെ ചെയ്യുന്നവരാണ്. നമുക്ക് ആരോഗ്യം ശരീരത്തിനായാലും മനസ്സിനായാലും അത് നിലനിർത്തി പോകുക എന്നത് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണല്ലേ. അപ്പോൾ വിശ്രമം അത്യാവശ്യമാണ്. തുടർച്ചയായി പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടവേളകളിൽ പാട്ട് കേൾക്കുകയോ അല്പനേരം വിശ്രമിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം, വിശ്രമിക്കാട്ടോ. ശരീരത്തിന് വിശ്രമം കൊടുക്കാം, മനസ്സിന് വിശ്രമം കൊടുക്കാം, ബ്രെയിനൊക്കെ ഒന്ന് വിശ്രമം കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും ആവശ്യത്തിന് നന്നായി ഭക്ഷണം കഴിക്കുക. അതായത് ജങ്ക് ഫുഡ്സ് അധികം കഴിക്കണം എന്നല്ല പറയുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടും വൈറ്റമിൻസ് ഒക്കെ ഉള്ള കലോർ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കുക.
അതുപോലെ നന്നായിട്ട് ഉറങ്ങുക. ഇതെന്ത് ചെയ്യും? ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ചിലരൊക്കെ പറയും ഞാൻ കുറേ പഠിക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ കേട്ടോ. ഇതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കും വിശ്രമവും ഇല്ലാഞ്ഞാൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് അതിനൊരു ഉപയോഗമില്ലാതെയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആവശ്യത്തിന് വിശ്രമം കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു മാതൃകാ പഠന സമയം, ഒരു ടൈം ടേബിൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. 4 മുതൽ 6 വരെ കഠിനമായ വിഷയങ്ങൾ പഠിക്കാം. ഏറ്റവും കൂടുതൽ ഏകാഗ്രത വേണ്ട സമയമാണ് 4 മുതൽ. ഏകാഗ്രത ലഭിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നമുക്ക് മാത്സാണ് ബുദ്ധിമുട്ടെങ്കിൽ മാത്സ് പഠിക്കുക, സയൻസാണ് ബുദ്ധിമുട്ടെങ്കിൽ സയൻസ് പഠിക്കാം. ഓക്കെ, 1 മുതൽ 2:30 വരെ മാത്സ് റിവിഷൻ. ഓക്കെ, ജോലികൾക്ക് ശേഷമുള്ള ഒഴിവ് സമയം എന്ത് ചെയ്യുക? മാത്സിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മാത്സിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് ആ ടൈം നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. മാത്സ് പുതുതായിട്ട് പഠിക്കണ്ട, പഠിച്ചത് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി 9 മുതൽ 10:30 വരെ കറണ്ട് അഫേഴ്സ് ചെറിയ കുറിപ്പുകളായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ പഠിക്കാൻ പറ്റും. വാർത്ത വായിക്കാൻ പറ്റും, യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം? പഠിക്കുക. ഭയങ്കര ഹെക്റ്റിക് ആവാത്ത രീതിയിൽ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അത് ഉള്ളത് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. ഉള്ള സമയം 100% കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? പഠനം നല്ല രീതിക്ക് കൊണ്ടുപോവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമുക്ക് എന്തായാലും മടുപ്പ് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ എന്തെങ്കിലും ഏണിങ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? വിശ്രമം കൊടുക്കുക. അതുപോലെ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്ന ടൈമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവുക, മൈൻഡൊക്കെ ഒന്ന് കാമാക്കുക, വീണ്ടും പഠനം തുടരുക. ഓക്കെ, ആ ഒരു നിലയ്ക്ക് എന്ത് ചെയ്യുക? നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി പഠന പുരോഗതി വിലയിരുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കാതെ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുക അല്ലേ. ഓരോ ദിവസവും നമുക്ക് 1% ഡെവലപ്പ് കൊടുക്കുക. അതായത് PSCക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും 1% ഒരു ദിവസം 1% നമ്മൾ ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് പരിശോധിക്കുക കേട്ടോ. അങ്ങനെ ഓരോ മാസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയോടെ പഠിക്കുക. ക്ഷമയോടെയുള്ള പഠനം നിങ്ങളെന്ത് ചെയ്യും? വിജയത്തിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ, നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, നമുക്ക് കൃത്യനിഷ്ഠയുണ്ടെങ്കിൽ, നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് നമ്മളെന്ത് ചെയ്യും? നിങ്ങൾ മാറും. ഓക്കെ, നമ്മൾ മാറും. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മുന്നേറാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലാസ്സുകളൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പറയാം, ഞാൻ ഈ 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGSനും VFA LDCക്കൊക്കെ വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇടണോ, അതോ ഞാൻ ക്വസ്റ്റ്യൻ PYQs ഇടണോ, എന്താണ് ഇടേണ്ടതെന്നുള്ള നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കമൻസും ലൈക്കും ഒക്കെ എനിക്ക് പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മൂഡ് ഓഫ് ആയിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ 10-12 മണിക്കൂർ അങ്ങനെയൊന്നും സത്യം പറയാമല്ലോ, വീട്ടമ്മമാർക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല. എല്ലാ ഉത്തരവാദിത്വവും എന്താണ് നമ്മുടെ ലോഡാണല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ സ്വയം നമ്മൾ പണീഷ് ചെയ്യാതിരിക്കുക. നമ്മളെന്ത് ചെയ്യുക? ഓരോ ദിവസവും നമുക്ക് കഴിയുന്ന രീതിയിൽ പഠിച്ച് പോവുക. കൺസിസ്റ്റൻസി എന്ത് ചെയ്യുക? നിലനിർത്തിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ലോങ് പ്രോസസ്സാണ്. അതിലേക്കുള്ള വഴികൾ എന്താണ്? ഒരു കുറുക്ക് വഴികൾ അതിനുണ്ടോ വെച്ചാൽ ഇല്ല കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് അതിലേക്കുള്ള നേർവഴി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഫുള്ളായിട്ട് വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.